ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുകന്യ സമൃദ്ധി യോജന അഥവാ SSYനെ പറ്റിയിട്ടാണ്. ഈ സുകന്യ സമൃദ്ധി യോജന മാത്രം നമ്മൾ ഇന്ന് പഠിക്കാൻ കാരണം ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, വലുതായിട്ടൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പദ്ധതികളെ പറ്റിയിട്ട്, അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും പദ്ധതികളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ടോപ്പിക്കാണ്, അധിക സമയമൊന്നുമില്ല ഈ ക്ലാസ്. പക്ഷേ ഈ സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനും ഈ സുകന്യ സമൃദ്ധി യോജന എന്താണെന്ന് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്തരത്തിലെ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ്. കാരണം നമ്മുടെ പരീക്ഷയിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, മുൻപ് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയുമുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു 40 മാർക്കിന് നമ്മുടേതായിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ അവിടെ തന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ആരോഗ്യമൊക്കെ അതിനകത്താണ് വരുന്നത്, വിറ്റാമിൻസ് ഒക്കെ വരുന്ന ആ 40 മാർക്കിനകത്താണ്. കൂടാതെ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച്, ആ പഞ്ചായത്ത് രാജിലെ അതിനകത്ത് വരുന്നുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇതിനെ പറ്റിയിട്ടൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്കൊരു 20 മാർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ 20 മാർക്കിൽ പെട്ടതാണ് ഈ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് കിടക്കുന്നുണ്ട് 40 മാർക്ക്. പക്ഷേ ആ 40 മാർക്ക് ഇത്തിരി വിശാലമാണെങ്കിലും ആ വിശാലമായിട്ടുള്ളത് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഘടകം കൂടെ കിടക്കുന്ന ഒരു 10 മാർക്കിൻ്റെ കറണ്ട് അഫെയറും വരുന്നുണ്ട്. ഈ 40 മാർക്കിൽ തന്നെ ഇൻക്ലൂഡാണത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സിലബസ് കിടക്കുന്നത്. കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കൃത്യതയോടുകൂടിയിട്ട് നമ്മൾ തരുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും പേജ്3 അക്കാദമിയുടെ പെയ്ഡ് ബാച്ചിൽ നിങ്ങൾക്ക് അംഗമാവാം. ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രീമിയം ബാച്ച്, പെയ്ഡ് ബാച്ച് ഇവിടെ അവൈലബിൾ ആണ്. അതിലേക്കുള്ള സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ എന്താണ് ഒരു സിലബസ് അടിസ്ഥാനത്തിൽ പഠിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, ഇതൊരു മത്സര പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആർക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുന്നത് അവരാണ് ജോലിയിൽ ആദ്യം പ്രവേശിക്കുക എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മത്സര ബുദ്ധിയോടുകൂടി പഠിക്കാനായിട്ട് പേജ്3 അക്കാദമി നിങ്ങളെ തയ്യാറാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 9747886626 എന്ന് പറയുന്ന ചുവടെ കാണുന്ന പേജ്3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഇന്ന് തന്നെ വിളിച്ചോളൂ എന്തായാലും. അപ്പോൾ നമ്മളിവിടെ സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് 311/2019, അതായത് 2021 ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. ആ പരീക്ഷയിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത് താഴെ നൽകിയിട്ടുള്ളതിൽ ഏതു പ്രസ്താവനയാണ് എന്നാണ്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത്. കണ്ടോ, പൊരുത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നത് അല്ലേ. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രസ്താവനയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് പറയുന്നുണ്ട്, വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്നാണ് ആദ്യത്തെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ബി നോക്കൂ, പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ ഓപ്ഷൻ, ഗ്രാമീണ വനിതകളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണെന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സുകന്യ സമൃദ്ധി യോജന. ഈ സുകന്യ സമൃദ്ധി യോജനയുമായി പൊരുത്തപ്പെടുന്നത് കണ്ടോ, ചിലതിൽ ശരിയായ പ്രസ്താവന ഏതെന്നായിരിക്കും ശരിയാ, ചിലതിൽ പൊരുത്തപ്പെടുന്നത്, ചിലതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിക്കും. അപ്പോൾ ഒരെണ്ണമായിരിക്കും തെറ്റായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പൊരുത്തപ്പെടുന്നത്, അതായത് ശരിയായ പ്രസ്താവനയാണ്. വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതി എന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജനയല്ല.
പിന്നെയോ അടുത്ത നോക്കൂ, സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അല്ലേ? അതും എന്താണ്? അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അല്ലാത്തത് ആദ്യം കണ്ടുപിടിക്കുക. ഗ്രാമീണ വനിതകളിൽ സമ്പാദ്യശീലം വളർത്താനുള്ള പദ്ധതിയുമല്ല. അപ്പം തന്നെ നമുക്ക് എന്താണ്? പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. നിങ്ങൾക്കിതിലൊരു ശരിയുത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടത് തെറ്റായിട്ടുള്ളത്. നിങ്ങൾക്കറിയും ഒന്നോ രണ്ടോ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എലിമിനേറ്റ് കളയുക. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം അറിയുമെങ്കിൽ അങ്ങനെ എഴുതാം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓരോരുത്തർക്കും ആ ക്വസ്റ്റ്യൻ എങ്ങനെ നേരിടണമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. എനിക്കിത് എങ്ങനെ പറ്റും? ചിലപ്പോൾ എനിക്ക് അറിയുന്നതായിരിക്കാം ഡയറക്റ്റ് എഴുതുക. അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അത് കൃത്യമായിട്ട് അറിയുള്ളവർക്ക് അന്നൊരു മാർക്കും ലഭിച്ചിട്ടുണ്ട്. നോക്കുക, എന്താണ് സുകന്യ സമൃദ്ധി യോജന? അതല്ലെങ്കിൽ SSY, സുകന്യ സമൃദ്ധി യോജന അല്ലെങ്കിൽ SSY എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സമ്പാദ്യ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. എന്താണ്? പെൺകുട്ടികളുടെ, കണ്ടോ, പെൺകുട്ടികളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്ന കാര്യം ഓർത്തു വെക്കണം. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കാരണം നമ്മൾ പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പദ്ധതിയും കേരള സർക്കാർ പദ്ധതികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പേര് കേട്ടാൽ മിക്കതും നമുക്ക് കേന്ദ്ര സർക്കാർ ആണോ കേരള സർക്കാർ ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അത് വൃത്തിയായിട്ട് പഠിക്കുക. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏതാണ്? കൂടുതലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏതാണ്? കേരള സർക്കാർ പദ്ധതികൾ ഏതാണ് എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഇവിടെ മനസ്സിലായി, പെൺകുട്ടികളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ടുള്ള സമ്പാദ്യ പദ്ധതിയാണിത്. പിന്നെയോ പെൺകുട്ടികൾക്കായിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. അതുതന്നെയാണ് സമ്പാദ്യ പദ്ധതി, ഡെപ്പോസിറ്റ് സ്കീമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിങ്ങനെയുള്ള ഭാവി ആവശ്യങ്ങൾക്ക് മാതാപിതാക്കളെ സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന. അതായത് കുട്ടികളുടെ ചെറുപ്രായത്തിൽ തന്നെ എന്താണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യം ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, ഇവർ എന്താണ് മുതിർന്ന് കഴിഞ്ഞാൽ ഇവരുടെ വിവാഹത്തിനും മറ്റ് പഠന ചിലവുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഒരു എമൗണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് നോക്കുക, 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് പോസ്റ്റ് ഓഫീസ് മുഖേനയോ ദേശസാൽകൃത ബാങ്ക് മുഖേനയോ ഈ പദ്ധതിയിൽ അംഗമാവാം. അതായത് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കിലോ അവർക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. എന്ത്? സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് എടുത്ത ആ പദ്ധതിയിൽ അംഗമാവാം. ഓക്കെ, അത് വളരെ കാര്യമാണ്. 10 വയസ്സിന് ഓർത്ത് വയ്ക്കണം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് പോസ്റ്റ് ഓഫീസ് മുഖേനയോ ദേശസാൽകൃത ബാങ്ക് മുഖേനയോ ഈ പദ്ധതിയിൽ അംഗമാവാം. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ അംഗമായതിനു ശേഷം വർഷത്തിൽ ഏറ്റവും കുറവ് 250 രൂപയോ, അതായത് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആ കുട്ടിയുടെ പേരിൽ തുടങ്ങിയ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കുമല്ലോ, മാതാപിതാക്കളായിരിക്കും, 18 വയസ്സിന് ശേഷമായിരിക്കും ആ കുട്ടിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ അക്കൗണ്ട്. ഇവിടെ വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 250 രൂപയെങ്കിലും മിനിമം ഇടണം. ഒരു വർഷം 250 രൂപയും പരമാവധി എത്ര? 1.5 ലക്ഷം രൂപ വരെ ഇടാൻ പറ്റും. അതിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം സമ്പാദ്യം ഉള്ള ഒരു ഫാമിലിക്ക് 1.5 ലക്ഷം രൂപ വരെ ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും. അല്ലാത്ത പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം 250 രൂപയിൽ കൂടുതലാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല, അല്ലേ? അപ്പോൾ മിനിമം 250 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ തുടർച്ചയായിട്ട് 14 വർഷം എന്ത് ചെയ്യണം? 14 വർഷം അടയ്ക്കുന്ന ഗുണഭോക്താവിന് 22 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ്. അതായത് ഈ ഒരു മൊത്തമായിട്ടുള്ള തുക ലഭിക്കും. ഇതിനകത്ത് ടാക്സ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എത്രയാണ് എമൗണ്ട്, അതും അതിന് ഇൻട്രസ്റ്റ് അടക്കം മൊത്തമായിട്ടുള്ളൊരു എമൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് അവർക്ക് അവരുടെ പ്രായമാകുന്ന സമയത്ത് അവരുടെ വിവാഹത്തിനും അല്ലെങ്കിൽ അവരുടെ പഠന കാര്യങ്ങൾക്കുമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു രൂപ അല്ലെ കുറച്ച് സമ്പാദ്യം ശേഖരിച്ച് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. പിന്നീട് തുടർച്ചയായിട്ട് 14 വർഷം എന്താണ് ഇത് അടയ്ക്കണം. അതിൽ ഏറ്റവും കുറവ് 250 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം വരെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സാമ്പത്തിക വർഷത്തിൽ അക്കൗണ്ടിലേക്ക് ഇടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ ക്വസ്റ്റ്യനിനകത്ത് കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? പെൺകുട്ടികളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
കേന്ദ്ര സർക്കാർ പദ്ധതി. അത് തന്നെയാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് യോജനകളെ പറ്റിയിട്ട് നമുക്ക് മീൻസ് ഒരുപാട് പദ്ധതികളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ അത്തരത്തിലുള്ള കൃത്യമായ എല്ലാ പദ്ധതികളെ പറ്റി കേരള സർക്കാർ ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോഴാണ് മറ്റേ ഒരുപാട് ബോറടിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പദ്ധതികൾ ആദ്യം കുറച്ച് പദ്ധതികൾ പഠിപ്പിക്കും, പിന്നെ അത് പഠിച്ചതിന് ശേഷം വീണ്ടും കുറച്ച്, അപ്പോൾ അതിനിടയ്ക്ക് വേറെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കും, വീണ്ടും പദ്ധതികൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല, കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പെയ്ഡ് ബാച്ചിലെ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.